പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാം തീയതി സ്കൂൾ തുറന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അവരെയൊക്കെ സ്കൂളിലാക്കി. മാതാപിതാക്കൾ അവരെ കാത്തിരിക്കുന്നു. അവരെ വേണ്ടുന്ന പുസ്തകവും ഒക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളവരെ ഒത്തിരി കഷ്ടപ്പെട്ടവരെ വളർത്തുന്നു. 1-ാം തീയതി തന്നെ സൺഡേ സ്കൂളുകൾക്ക് തുടങ്ങി. അങ്ങനെ സഭയോടൊപ്പം ലോകത്തോടൊപ്പം ജീവിക്കുന്ന, ജ്ഞാനം സമ്പാദിക്കാൻ പള്ളിയിലേക്കും ആത്മരക്ഷയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്കും പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇതാ നമ്മളുടെ രൂപതയിൽ മാത്രം ഈ കോലാഹലത്തിൻ്റെ ആത്മാവ് അടിപൊളിയായിട്ട് ബഹളം വെക്കാൻ ഒരുങ്ങിയിരിക്കുക. ഒരുപാട് ഒതുങ്ങി. എന്നാലും നമുക്കറിയാലോ, ചില ജീവികളെ തല്ലിക്കൊന്നാലും തല തകർന്ന് കിടക്കുകയാണെങ്കിൽ വാലിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി പരിചയമില്ലാത്ത ഒരാൾ കാണുമ്പോൾ അയാൾ വിചാരിക്കും ഇതിന് ജീവനുണ്ടെന്ന് വിചാരിക്കും. ജീവനുണ്ടായിട്ടല്ല, ജീവനും ഇല്ല, തലയില്ല. ഇതുപോലെ ഈ സാത്താൻ്റെ തലയെ കർത്താവ് തകർത്തതാണ്. എന്നാലും അവൻ ഓടി നടന്ന് കർത്താവിൻ്റെ മക്കളെ തങ്ങളുടെ പക്ഷത്താക്കിക്കൊണ്ട് ദൈവത്തിനും സ്വർഗത്തിനുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കൊടിയ തിന്മ കൊടികുത്തി വാണുകൊണ്ടിരുന്നു കുറേ നാളായിട്ട്. ദൈവജനം കഷ്ടപ്പെടുകയാണ്. സഭാപിതാക്കന്മാർ പറഞ്ഞു, സഭ പറയുന്നതാണ് ശരി, സഭ അർപ്പിക്കുന്ന ബലിയാണ്. കുർബാന തുടങ്ങുമ്പോൾ ദൈവജനത്തിൻ്റെ നേരെയും അതിനുശേഷം അൾത്താരയുടെ നേരെയും കർത്താവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന അൾത്താരയിലേക്ക് തിരിഞ്ഞു വേണം പല കാര്യങ്ങളും ചെയ്യാൻ. അതൊന്നും ഈ സാത്താന് മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയാമോ? യഥാർത്ഥ ബലി അർപ്പിച്ചാൽ ആ പ്രദേശത്ത് സാത്താൻ അടുക്കാൻ പറ്റിയല്ല. അവൻ ആവസിച്ചവർ പറഞ്ഞത് ഇതാണ്, ഞങ്ങളെ നോക്കി അച്ഛൻ ബലി അർപ്പിക്കണം. സങ്കടത്തോടെ പറയട്ടെ, സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വികാരി കുർബാന ചൊല്ലിയത് ഈ ദൈവജനത്തെ കുമ്പിട്ടുകൊണ്ടാ. സർവത്തിൻ്റെ അധിപരിവരാണല്ലോ താഴെ നിൽക്കുന്ന പുള്ളികൾ. എന്തോരു അന്ധകാരമാണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. അത്ര വലിയ കൊടിയ തിന്മയിലാണിവർ. വലിയ വലിയ വിശുദ്ധർ. എൻ്റെ ദേവാലയം തന്നെയാണെങ്കിലോ, മാർട്ടിൻ പുണ്യവാൻ്റെ ദേവാലയമാണ്. എത്രയോ വലിയ വിശുദ്ധനായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമോ അദ്ദേഹം ആരാണെന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ട്രാൻസ്പോർട്ട് ബസ്സിലെ ടിക്കറ്റ് കൊടുക്കാൻ വരുന്ന കണ്ടക്ടറെ പോലെ കണ്ടക്ടർക്ക് അറിയണ്ടല്ലോ യാത്രക്കാരൻ ആരാണെന്ന്. അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ വില. 3 കൊല്ലം അവിടെ പോയിരിക്കുക, അവിടെ പോയിരുന്ന് കിട്ടാവുന്നതൊക്കെ തട്ടിയെടുക്കാനോ അല്ലെ കുറച്ച് ഗ്രൂപ്പീസോ ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും പറ്റുകയില്ല. പക്ഷേ യൂദാസിനെ പോലെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ഇവർ പാപത്തിലേക്ക്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് പിന്നെ വേറൊരു കാര്യമാണ്, എവിടേക്ക് ഞാൻ പോകുമ്പോഴും എൻ്റെ കൂടെ കുറേ ആളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരെ കൂടെ സാറ്റക്കയറ്റി കൊണ്ടുപോവുക. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും. ദൈവം തൻ്റെ സഭയെ ഒരിക്കലും കൈവിടില്ല. തമ്പുരാനെ ഓർത്ത് ജീവിക്കുന്ന, തമ്പുരാനെ വിളിച്ചുകൊണ്ട് ജീവിക്കുന്ന, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന, പാവപ്പെട്ട വാർദ്ധക്യത്തിലായിരിക്കുന്ന എത്രയോ മക്കള് തങ്ങളുടെ വിവാഹം സഭ പറയുന്ന ബലിയർപ്പിച്ച് ആശീർവദിക്കപ്പെടാൻ സാധ്യതയില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കള്, ആദ്യ കുർബാന സഭ പറയുന്ന പരിശുദ്ധ ബലി അർപ്പിച്ചു കൊടുക്കാൻ സമ്മതിക്കാത്ത പുരോഹിതര്, കുമ്പസാരമാണെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ കുമ്പസാരം. ഒരു ശവസംസ്കാരം, അപ്പൻ മരിച്ചാൽ അപ്പന് വേണ്ടി സഭ പറയുന്നൊരു ബലി അർപ്പിക്കാൻ അനുവദിക്കാതെ, കർദിനാൾ വന്നിട്ട് ഒരു മരണാനന്തര ചടങ്ങിൽ ബലിയർപ്പിക്കാൻ വന്നിട്ട് സമ്മതിക്കാത്ത ഈ വർഗം, അവസാനം കർദിനാൾ പറഞ്ഞു ഞാൻ ആ സിമിത്തേരി ചാപ്പലി കുർബാനയെ ലോക്കത്തില്ലെന്ന് പറഞ്ഞ പുരോഹിതൻ. ഇങ്ങനെ എത്ര എതിർസാക്ഷ്യമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ജനതയും മാർപ്പാപ്പയെ നോക്കി ജീവിക്കുന്നു. മാർപ്പാപ്പ എന്തു പറഞ്ഞാലും ലോകത്തെ നാനാജാതി മതസ്ഥരായ മനുഷ്യരത് ശ്രദ്ധിക്കുന്നു. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മക്കൾ, അപ്പനെ അനുസരിക്കാത്ത മക്കൾ, ഇവരൊക്കെ പുരോഹിതരാകുമ്പോൾ ഇവർ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബിഷപ്പ് ഇവരെ പൗരോഹിത്യം നൽകി അനുഗ്രഹിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നു, വേർതിരിക്കുന്നു. പക്ഷെ വേർതിരിച്ചു വെച്ചതെല്ലാം ഇപ്പം വേണ്ടാത്ത വഴിയിലേക്കാണ് പോയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു സഭയാക്കി വിടുക.
ലത്തീൻ സഭ ചെയ്യുന്ന പോലെ ലത്തീൻ സഭയിലൊക്കെ അങ്ങ് പൊക്കോന്നേ. ഇല്ല, അവരവിടെ എടുക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കയ്യിരിപ്പറിയാമല്ലോ. സഹോദരങ്ങളെ, 5-ാം തീയതി പിതാവ് ഇവിടെ വരും, വലിയ കാര്യം ചെയ്യുമെന്ന. യാതൊരു കാരണവശാലും ഈ പിതാവിനെ ആ പ്രദേശത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം ഈ അന്ധകാരത്തിന് കൊടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ അദ്ദേഹം സഭ പറയുന്ന കുർബാന അർപ്പിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പുരോഹിതരും ആ ബലി അർപ്പിക്കുകയും അന്ധകാരത്തിൻ്റെ ബലി അർപ്പിക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കുന്ന ഈ പുരോഹിത ശ്രേഷ്ഠനെ ഒരു നടയ്ക്ക് വിടാൻ പാടില്ല. നമുക്ക് പ്രതിരോധിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇത് വലിയ കലഹം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം മനുഷ്യജീവിതം അവസാനിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് ആത്മാവ് ഉയർന്നു പോകേണ്ടതാണ്. ആ സ്ഥലത്ത് അന്ധകാരത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ വിടുന്നത് ജീവൻ കൊടുത്തും നമ്മൾ ഇതിനെതിരെ നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ആരും ശത്രുക്കളല്ല എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ശത്രു സാത്താനാണ്. സാത്താൻ ആവസിച്ച മനുഷ്യരാണ്. അനുസരണ ഇല്ലാത്ത മക്കളാണ്. അപ്പനെ അനുസരിക്കാതെ ഇറങ്ങിപ്പോയ ധൂർത്തപുത്രൻ. നോക്കുക, മനസ്സിലാക്കിക്കൊള്ളുക. ഏദേൻ തോട്ടത്തിൽ പാത്തിരുന്ന് ദൈവം കൂടെ ഇല്ലാതിരുന്ന സമയത്ത് അവരുടെ ബുദ്ധിയെയും ബോധത്തെയും തലതിരിച്ചു മറിച്ചുകൊണ്ട് പാപത്തിന് നിർബന്ധിച്ച് പാപം ചെയ്ത് ആ പാപത്തിൻ്റെ വഴിയിലൂടെ ഏദേൻ തോട്ടം നഷ്ടപ്പെടുത്തിയ സാത്താൻ ഇതാ ആവസിച്ചിരിക്കുന്നു നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ. കൃത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ വീടുകളിലെല്ലാം ഇന്നിപ്പം ഞാൻ പറയുന്ന ഈ സമയം മുതൽ പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലിയിൽ ഈ രൂപതയെയും ഇതിൻ്റെ അധ്യക്ഷനെയും ഒളിച്ചോടിയിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട്, ഈ വികാരിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് ഒരു പ്രവാചകനോട് പറഞ്ഞ് കാശും കൊടുത്ത് കൊണ്ടുപോയല്ലോ. അവസാനം അദ്ദേഹം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. അയ്യോ, അതങ്ങനെ പറയില്ല. അല്ലല്ല, എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതല്ലേ എനിക്ക് സംസാരിക്കാനൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചതുപോലെ ഈ മനുഷ്യൻ നാവെടുത്ത് സംസാരിക്കുമ്പോൾ ദൈവത്തെയും ദൈവജനത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ ഈ വികാരിയുടെ നാവിനെ കെട്ടണമേ. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവനിഷേധമുണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രൂപതയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി, സകല വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥം വഴിയായി നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിജയം നമുക്ക് തന്നെ. കാരണം മരണത്തെ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ അനുസരണയുടെ ബലി അർപ്പിക്കുവാൻ നമുക്കും അവർക്കും ഒന്നിച്ചിടയാകും ഉറപ്പായിട്ടും. അതുകൊണ്ട് 5-ാം തീയതി എന്തു വന്നാലും എല്ലാവരും വരിക. വന്ന് നമുക്ക് ഇതിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകവും ബലവും കൃപയും പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം, എല്ലായിടത്തും എത്തട്ടെ. വീൽ ചെയറിൽ ഇരിക്കുകയാണെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതേ. ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുകയല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മടിയിലിരുന്ന് അവൻ്റെ മുഖം നോക്കി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും ബലി മുടക്കാതെ ഓടി നടന്ന് എവിടെയെല്ലാം എത്ര കഷ്ടപ്പെട്ടാലും ബലിയിൽ ജീവിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ആമേൻ.